സാൻഡ്ര ഇന്നങ്ങ് പോവും, ഇന്നല്ല നാളെ ഇവിടുന്ന് പോവും. അതായത് ഞങ്ങൾ ഓടിച്ചിരിക്കും, ഇവിടെ നിൽക്കില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാനുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളിതൊന്നും ഇടരുത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ എങ്ങും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ സിനിമ ചെയ്യും, ഞാൻ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉപ്പ് തിന്നവരാണെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വധഭീഷണിയുടെ കാര്യം കൂടെ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് ചേച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? അത്തരം ഒരു കോളാണോ? അതെ, എന്നെ ഫോൺ വിളിച്ചാണ് പറഞ്ഞത്. ഞാൻ ഇതിപ്പോൾ മീഡിയയെ കൂടെ ഒന്നും എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യമില്ല. പിന്നെ ഇപ്പം പലരും തോക്ക് വേണോ, ലൈസൻസ് എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ അതിനൊന്നും ഭയക്കുന്നൊന്നുമില്ല സത്യത്തിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഇപ്പം ഭയപ്പെട്ടിരിക്കുന്നത്. കാര്യം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നും സംസാരിക്കുമെന്നും ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഇപ്പം എന്നെ ഇപ്പം പെട്ടെന്ന് കയറി അവരെന്നെ കൊല്ലാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത്. അത്ര മണ്ടന്മാരാണോ അവർ? ആയിരിക്കില്ല. ഈ ഷൈനികമായിട്ടുള്ള ഈ സിനിമയുടെ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ? ഇല്ലില്ല, ഇടയ്ക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ സൂചിപ്പിച്ച് പോവാറുണ്ടെന്നുള്ളതല്ലാതെ ഇരുന്നൊന്നും ഇതിനെപ്പറ്റി. അവനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല സിനിമകൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ എല്ലാവരും കൂടി ഇട്ട് ഒരാളെ ഇട്ട് പ്രഷർ കൊടുക്കുമ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒക്കെയാണ് ഇവൻ ഈ പുറത്തേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. അത് ഇപ്പോൾ ഒരു സമയത്തൊരു സുഡാപ്പി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇതാണല്ലോ. അപ്പം ഞാൻ അന്ന് ഷെയ്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എനിക്കറിയാം എന്തുകൊണ്ടാണ് പുള്ളി ആ സമയത്ത് അങ്ങനെ കയറി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ഈ പറയുന്ന ഈ എല്ലാവരും കൂടെ അവനെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുമ്പോൾ, എന്നാൽ ഇങ്ങനെ ആവും ഇങ്ങനെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളപ്രചരണം നടത്തുന്ന സമയത്ത് നമ്മളതിനെ പലരും പല രീതിയിലാണല്ലോ പ്രതിരോധിക്കുക. അപ്പം അവൻ്റെ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പ്രതിരോധമാണ് ആ കണ്ടത്. അത് മക്കളുള്ള ഏത് മാതാപിതാക്കൾക്കും മനസ്സിലാവുന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായിടത്തോളം സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു ചേച്ചി, ഞാനിതൊക്കെ എത്ര വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാ പടങ്ങൾക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ അവന് ഹാറ്റ്സ് ഓഫ് ടു ഹിം, ബിക്കോസ് അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇത്രയും പേര്. പക്ഷെ അതിനിടയ്ക്കും ഒരു പ്രമുഖ സംവിധായകൻ അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് പക്ഷെ OTT ഇല്ലല്ലേ കുറച്ചുകൂടെ ഇതിലേക്ക് വന്നത്. അങ്ങനെ ചിലവര് ചിലത് ചെയ്യും എന്നുണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ ഒരു ഓപ്പൺ മീഡിയത്തിൽ നമ്മുടെ ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയത്തിൽ നിന്ന് വന്നേക്കുന്നൊരു കാര്യമല്ല. അവനെ ഉപദ്രവിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ഫാദറിനെ മുതൽ തുടങ്ങിയേക്കുന്ന ഒരു കാര്യമാണത്. അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നതായിട്ടാണ് അവരുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല, അത് അവർ പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ ഒരു വധഭീഷണി ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്താണ് റെസ്പോൺസ്? വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇതിൽ ബേസിക്കലി ഈ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ വീട്ടുകാരെ നമ്മുടെ വിഷമം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ചിലപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ വിഷമം കേൾക്കാനായിട്ട് അവർ ഇരുന്നെന്ന് വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ വിഷമങ്ങളല്ല, നമ്മുടെ സന്തോഷങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ തകർന്നത് അവർ കണ്ടതാണ്. ഞാൻ തകർന്നു പോയി, ഞാൻ ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നതും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റാതിരിക്കുന്നതുമൊക്കെ അവർ കണ്ടതാണ്. ആ കണ്ടത് കൊണ്ട് തന്നെ അപ്പോഴൊക്കെ അവർ ഒരു നിസ്സംഗതരായിട്ട് നിന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷത്തോടെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കരഞ്ഞത് കണ്ടിട്ട് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട്, ഇപ്പം എൻ്റെ പപ്പയും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററാണേലും എല്ലാവരും വിളിച്ചിട്ട്, നീ എന്തിനാണ് കരഞ്ഞത്, ഇനി നീ കരയണ്ട, ഇനി നീ കരയേണ്ട ആവശ്യമില്ല.
അവര് കരയട്ടെ, നീയല്ല കരയേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. മനസ്സിലായി. അപ്പൊ അത്രയും ഒരു സപ്പോർട്ട് മൊത്തം ഫാമിലി. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും പുള്ളി ഇതിനെല്ലാം വിറ്റ്നസ് ആയിരുന്നല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രഗിൾ കണ്ടൊരു ആള് എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. അപ്പം പുള്ളിക്ക് ആദ്യമൊന്നും എന്താണെന്ന് മനസ്സിലായില്ല. അതാണ്. അപ്പം ഞാൻ നിർത്താതെ കരയുന്നു, എനിക്ക് ശ്വാസം കിട്ടാതെ വരുന്നു, പാനിക് അറ്റാക്ക് വരുന്നു, ഇതൊക്കെ കാണുമ്പോൾ പുള്ളി എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇത് എന്താന്ന് സത്യത്തിൽ എങ്ങനെ ഇതിനെ പുള്ളി എന്നോട് പറയും, എടി ആണുങ്ങൾ അങ്ങനെയാണ്, നീ അത് വിട്ടുകളാ, നീ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നീ പിന്നെ എന്താ വിചാരിച്ചത്, നീ ആണുങ്ങളുടെ കൂടെ അല്ലേ ബിസിനസ് ചെയ്യുന്നത്, അപ്പം ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുള്ളൂ, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് നമ്മൾ സ്വന്തം പോലെ കണ്ടിരുന്ന ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിൽ കാണുമ്പോഴുണ്ടാവുന്നൊരു എനിക്കത് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവും എന്നറിയില്ല. ഇപ്പം ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്കുണ്ടാവുന്ന ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് ആ സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു സിനിമ കാണിക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മളൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെ ആൾക്കാർ കാണുന്നത് എങ്ങനെയാണ്, ബോൾഡാണ്, സിനിമ ചെയ്യുന്ന ആളാണ്, നിർമ്മാതാവാണ്, ഇവരെന്ത് വന്നാലും ഫേസ് ചെയ്യും, ഇവരെന്ത് വന്നാലും ഇവർക്കൊരു കുഴപ്പമില്ല, അങ്ങനൊരു രീതി കാണുന്നതാണ്. പക്ഷേ ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു അബലയാണ്. എന്നെ പേടിപ്പിച്ചാൽ ഞാൻ കരയും, എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ കരയും, എന്നെ പേടിപ്പിച്ചാൽ പേടിക്കുകയും ചെയ്യും. ഞാൻ അത്ര ഭീകര, എന്തു വന്നാലും ഞാൻ സഹിച്ചു നിൽക്കും എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതിനെ ഞാൻ ഓവർകം ചെയ്തു. എന്ന് വെച്ചാൽ പൂർണ്ണമായി ഓവർകം ചെയ്തു എന്നല്ല, നമ്മളെ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ കരയുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായത് ഈ ട്രോമയിലേക്ക് നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വീണ്ടും വരാം. അയ്യോ നമ്മൾ ആ സമയത്തെ പെയിൻ നമ്മൾ ആലോചിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ പല ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു പെയിൻ എന്താണെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെയും വിഷമം വരും. മനസ്സിലായി? അതാണ് സംഭവിക്കുന്നത്. അപ്പം എന്നെ വിളിച്ച് ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഇവരൊക്കെ ഇനി കരയരുത്, കരയാനുള്ളതൊക്കെ കരഞ്ഞു കഴിഞ്ഞു, ഇനി കരയരുത്, ഇനി ഫൈറ്റ് ആണ് വേണ്ടത്, ഇനി ഈ കുറ്റം ചെയ്തവരെ വെളിയിൽ കൊണ്ടുവരിക, അവരതിനുള്ള ശിക്ഷ അനുഭവിക്കുക, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട. നമ്മളിവിടെ നമ്മുടെ കാര്യം നോക്കി സിനിമ ചെയ്യുന്നവരാണ്, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഒട്ടും വിടുകയും വേണ്ട. ഇതുള്ളതാണ്. ഇത് എന്നോട് എനിക്കൊന്നും ഇപ്പം കോളേജിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴേ ഭയങ്കര റാങ്കിങ് ഉള്ളൊരു കോളേജിലേക്കാണ് പോയത്. അപ്പം എനിക്ക് അന്നും എന്നോട് പപ്പയും മമ്മിയും പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മൾ ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാനോ ഒന്നിനും പോരുത്, ഇതിലൊന്നും പോരുത്, പക്ഷെ ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിച്ചാൽ പിന്നെ ഒന്നും നോക്കരുത്, പ്രതികരിച്ചോണം എന്നുള്ള കാര്യം അന്നും പറഞ്ഞിട്ട് അത് തന്നെയാണ് ഇന്നും പറയുന്നത്. ആ ഒരു സ്ട്രെങ്ത് തന്നെ, അവരുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണോ ചേച്ചിയിൽ ഈ ലൈഫിൽ കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടാവുമല്ലോ. എപ്പോഴും നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര ധൈര്യവതിയാണെങ്കിലും എത്ര പ്രതികരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വേണോ, എന്തിനാ ഇതിന് പോകുന്നത്, വേണ്ടാത്ത പണിക്ക് പോകണം, നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ. അതായത് അവർ വളരെ സോഫ്റ്റായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാലും മതി. മനസ്സിലായി? ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ തളർന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? നമ്മൾ തളർന്നുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് അതല്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് അതല്ല. എന്നോട് പറയുന്ന ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കരുത്.